രാവിലെ എണീറ്റ് വരുമ്പോൾ ഉണ്ടല്ലോ മനസ്സിന് ഏറ്റവും നല്ല സമാധാനം തരുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി മാവോ ദോശ മാവോ അപ്പത്തിൻ്റെ മാവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പാതി ആശ്വാസം കേട്ടോ ഇല്ലേ. ശരിക്കും അങ്ങനെയാണ്. നമ്മൾ ആട്ടി 2 ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണെങ്കിലും അതിലും വലിയൊരു റിലീഫ് തന്നെ കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ എന്ന് ആലോചിക്കുന്നതിന് പകരം ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മുടെ പാതി സമാധാനം തരുന്ന ഏക ഒരു ആശ്രയമാണ് ഞാൻ ഈ ഒരു മാവിനെ കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും ചമ്മന്തിയും പിന്നെ കുറച്ച് സോയ ഫ്രൈ ആയിരുന്നു മോന് കൊണ്ടുപോകാനായിട്ട് എല്ലാം റെഡി ആക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് മോൾ എൻ്റെ കൂടെ എണീറ്റത് കൊണ്ട് തന്നെ ഞാൻ അവിടെ കുറച്ച് നേരം കൊണ്ടിരുത്തിയിട്ട് പിന്നെ അങ്ങ് പറഞ്ഞു വിടും കേട്ടോ. ഇപ്പോൾ ആൾ അങ്ങനെ ഇരിക്കത്തൊന്നുമില്ല, സ്വന്തമായിട്ട് പോയി കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അതിലേറെ ഒരു ആശ്വാസം കേട്ടോ. കൊണ്ടുപോകാനായിട്ട് സേമിയയുടെ ഫ്രൈഡ് റൈസ് ആയിരുന്നു, അപ്പോൾ അതൊരു സൈഡിൽ സെറ്റ് ചെയ്യുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടാണ് കേട്ടോ ഈ ചമ്മന്തിയും ഇഡ്ഡലിയും കൂടെ ഞാൻ വെക്കുന്നത്. എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് പിള്ളേർക്ക് കൊടുക്കണം, ലഞ്ച് സെറ്റ് ചെയ്യണം. ഇതൊക്കെ കഴിയുമ്പോൾ തന്നെ എൻ്റെ രാവിലത്തെ പരിപാടി കഴിയത്തുള്ളൂ കേട്ടോ. എന്നും ഒരു രീതിയിൽ തന്നെയാണോ എൻ്റെ ഇത് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ചില ദിവസങ്ങളിൽ ഞാൻ അത്യാവശ്യം താമസിച്ച് എണീക്കുന്ന ദിവസങ്ങളും ഉണ്ട് കേട്ടോ. നേരത്തെ എണീക്കുവാണെങ്കിൽ ഒരു സമാധാനപരമായത് ഇതുപോലെയൊക്കെ പോയി ഒന്ന് താമസിച്ച് ഒന്ന് ഉഴപ്പി ഒന്ന് കറങ്ങിയിരുന്ന് നോക്കിയാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് കുഞ്ഞിനെയൊക്കെ റെഡിയാക്കി സ്കൂളിൽ വിട്ടിട്ടാണ് എനിക്കിനി ഉച്ചയ്ക്കത്തെ പരിപാടി തുടങ്ങാൻ. അത് പിന്നെ താമസിച്ചാലും മതിയല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് റൂട്ടീൻ എത്ര ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കില്ലേ പ്ലീസ്.